വീണ്ടും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഒരു ബിസിനസ് ഐഡിയയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാർക്ക് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. സ്റ്റുഡൻസിന് വേണമെങ്കിലും ട്രൈ ചെയ്യാം. പിന്നെ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്ന സീനിയർ സിറ്റിസൺസ് ഉണ്ടെങ്കിൽ അവർക്കും ഇത് ഉപയോഗപ്രദമാണ്. ചെറിയ എമൗണ്ട് മുടക്കി തുടങ്ങി നോക്കാം. നിങ്ങളുടെ മാർക്കറ്റിംഗ് ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും. വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകാവുന്നതാണ്. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെ പോയാലും 50% മുകളിൽ ലാഭം കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ചെറിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ നമ്മൾ മുമ്പോട്ട് കൃത്യമായിട്ട് അളവുകൾ സഹിതം പറയുന്നുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇതുപോലെയുള്ള ചെറിയ ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ നിരന്തരം പറയാറുള്ളത്. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ഷെയർ ചെയ്തേക്കുക. നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കടക്കാം. ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ഹൽവയാണ്. ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രോഡക്റ്റ് ആണ്. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ സ്പെഷ്യലൈസ് ചെയ്ത് നമ്മളുടേതായിട്ടുള്ള ഒരു ഇൻപുട്ട് കൊടുത്താണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടും. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് നോക്കാം. ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് പറയുന്നത്. ഏത്തപ്പഴം വേണം, നല്ല പഴുത്തതായിരിക്കണം, 4 എണ്ണം. ഏലക്കാപ്പൊടി വേണം 1 ടീസ്പൂൺ. 1 കപ്പ് വെള്ളം വേണം. 1/2 കപ്പ് നെയ്യ് വേണം. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ഡാൽഡ എടുക്കാം, സൺഫ്ലവർ ഓയിൽ എടുക്കാം, ഏത് വേണമെങ്കിലും എടുക്കാം. 1 കപ്പ് പഞ്ചസാര വേണം. കശുവണ്ടി പരിപ്പ് വേണം 12 എണ്ണം. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. അല്പം നെയ്യ് എടുത്ത് അതിൽ ഈ കശുവണ്ടി പരിപ്പ് ഒന്ന് വറുത്തെടുക്കുക. അതിനു മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഏത്തയ്ക്ക തൊലി പൊളിച്ച് വൃത്തിയാക്കിയതിനു ശേഷം നന്നായിട്ട് ഉരച്ചെടുക്കണം. അത് ആ നെയ്യിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളവും പഞ്ചസാരയും വഴറ്റിയ ഏത്തപ്പഴവും ഇട്ട് വേവിക്കണം. ആദ്യം ഈ ഏത്തപ്പഴം വഴറ്റിയ ശേഷമായിരിക്കണം ഇതിലേക്ക് ഇടേണ്ടത്. അതിനുശേഷം നന്നായിട്ട് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ ഏലക്കാപ്പൊടിയും അണ്ടിപ്പരിപ്പും ചേർത്ത് ഇളക്കണം. ഇതിനുശേഷം നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് മയം വരുത്തിയ പാത്രത്തിൽ ഇതങ്ങോട്ട് ഒഴിച്ചിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ കാര്യമാണ്. 1-2 തവണ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ കൈ വഴങ്ങും. നിങ്ങൾക്ക് പ്രോഡക്റ്റ് അടിപൊളിയായിട്ട് കിട്ടും. ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ ബേക്കറികളിൽ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു 4-5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ബേക്കറികൾക്ക് ആദ്യം ഫ്രീ സാമ്പിൾസ് കൊടുക്കുക. അവർ കഴിച്ചു നോക്കട്ടെ. അതിനുശേഷം ഓർഡർ തരാൻ പറയുക. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർ ഓർഡർ തരും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ വില ആദ്യമായിട്ട് മാർക്കറ്റിൽ ഒന്ന് അന്വേഷിച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് ഉണ്ടാകുന്ന മുടക്ക് മുതൽ ഇല്ലെങ്കിൽ നമ്മളുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റിന് വിലയിടുക. എങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാൾ 2 രൂപ കുറച്ച് ഇത് കൊടുക്കാൻ പറ്റും. ഫുഡിന്റെ ലൈസൻസ് എടുക്കാതെ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഒന്നും തന്നെ ചെയ്യരുത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളുടെ ചാനലുണ്ട്. അത് കയറി കാണുക. അക്ഷയ സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുഡിന്റെ ലൈസൻസിനുള്ള എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.